കേരള ഡിലൈറ്റ്സ് ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിന്റെ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക്. ലോഞ്ചിങ് സൂൺ ഇൻ യൂറോ, അയർലൻഡ്, USA ആൻഡ് കാനഡ. ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സിലെ ടെറൻസ് ബി ലെറ്റ്സം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും, ഈ കാണുന്ന എയർപോർട്ടൊക്കെ സാരമില്ലല്ലേ, ഞാൻ മാത്രമുള്ളതെന്ന് തോന്നുന്നു, നമ്മളിന്ന് നമ്മുടെ 83ാമത്തെ രാജ്യമായിട്ടുള്ള ആൻറ്റിഗ്വ എന്ന് പറയുന്ന വെസ്റ്റ് ഇൻഡീസ് കരീബിയൻ രാജ്യത്തേക്ക് പോവാണ്. വെസ്റ്റ് ഇൻഡീസിലെ ഈസ്റ്റേൺ ഭാഗമാണ് ആൻറ്റിഗ്വ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സിലെ ആ ഒരു കുഞ്ഞി എയർപോർട്ടിൽ. ഇവിടെ നിന്നാണ് നമ്മുടെ വൈകിട്ട് 4 മണിക്കാണ് നമ്മുടെ ഇന്റർ കരീബിയൻ വിമാനം ഇവിടെ നിന്ന് ആൻറ്റിഗ്വയ്ക്ക് പോകുമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ റെൻറ്റിനെടുത്ത കാറ് അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് ചാവി കൊണ്ട് നമുക്ക് അകത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ബാഗ് ഡ്രോപ്പ് ചെയ്ത് ഐ തിങ്ക് വി ക്യാൻ ഗോ ഇൻ സൈഡ്. ഇത് ഇന്റർനാഷണൽ അറൈവലാണേ, ഒരു മനുഷ്യരില്ല, എല്ലാവരും ഈച്ച ഒഴിച്ചിരിക്കുന്നു. രാവിലെ 3-4 വിമാനങ്ങളൊക്കെ വരും, ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലാന്ന് തോന്നുന്നു. ഐ ആം ഇൻ സൈഡ്. നമുക്ക് ചാവി ഇവിടെ കൊടുക്കണം. ചാവി കൊടുത്തിട്ട് നമുക്ക് പെട്ടി കൊടുക്കാം. ഹായ്, ഹൗ ആർ യു? You busy? No busy. Okay. Key. Return. Yeah. Everything is good. Yeah, everything is good. No accident. No. Can I email you the receipt? Yeah, sure, you can do that. Alright. Once everything is fine with the vehicle, then you're free to go. Okay, yeah, sure. I'll be here. You can check in. Yeah, sure. ബോർഡിംഗ് പാസ് കിട്ടി. ഇവിടെ ഓരോ സ്ഥലത്ത് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്തും നമ്മൾ ഡെസ്റ്റിനേഷൻ സ്ഥലത്ത് നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. എയർലൈൻ റിക്വയർമെൻ്റ് ആണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നെക്സ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അതായത് റിട്ടേൺ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ ഇത്രയും റിക്വയർമെൻറ്റ് എയർലൈനുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന എല്ലാ രാജ്യത്തും ഇതുണ്ട്, എന്താണ്, ഒരു അറൈവൽ ഫോം ഫില്ല് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അത് ഡിജിറ്റലായിരിക്കും, ചിലപ്പോൾ ഫിസിക്കലായിരിക്കും. അപ്പോൾ ഡിജിറ്റലാണെങ്കിൽ അത് ഡിജിറ്റൽ ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഇമിഗ്രേഷനിൽ പോയിട്ട് കുറേ നേരം വായി നോക്കി നിൽക്കേണ്ടി വരും. ഗൈസ്, ഇതാണ് എയർപോർട്ട്. നമ്മുടെ ലക്ഷദ്വീപ് എയർപോർട്ട് ഇതിലും വലുതാണ് ഗൈസ്. അത്രയും ചെറിയ എയർപോർട്ട് നോക്കി. ഇതാണ് സെക്യൂരിറ്റി ചെക്ക് പോയിൻറ്റ്. ഞാൻ കയറി വന്നപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു, അവരവിടെ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇവിടെ ഒരു ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട്, പിന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഇത്രയും കസേരകളുണ്ട്. ഗേറ്റ് 4 ഗേറ്റ് ഉണ്ട്, 4 ഗേറ്റ്. ഇത്രയൊക്കെ ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നുമില്ല. അടിപൊളിയല്ലേ? ഒരു സ്മോൾ കുഞ്ഞ് എയർപോർട്ട് ഗൈസ്. ഇവിടെയാണെങ്കിൽ വിമാനങ്ങളൊന്നും കിടപ്പുമില്ല. എൻ്റെ വിമാനം വന്നിട്ട് വേണം പോകാനായിട്ട്. ഇനി ഞാനിവിടെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണേ. പിന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചാണ്, പന്നവെള്ളം. കണ്ടിട്ടുണ്ടോ പന്നവെള്ളം? ഇതാണ് പന്നവെള്ളം ഗൈസ്. പുറത്ത് അതിഭയങ്കരമായിട്ടുള്ള മഴ ആരംഭിച്ചിരിക്കുകയാണ്. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റാത്ത മഴ. ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, ഞാനിപ്പോൾ ലക്കിയായിരുന്നു. എനിക്കിതുവരെ കരീബിയൻ രാജ്യങ്ങളിൽ വന്നിട്ട് ഇതുവരെ മഴയൊന്നും എവിടെയും കിട്ടിയില്ല. ആകെ എവിടെയാണ് കിട്ടിയ കാര്യമായിട്ടൊന്നും മഴയൊന്നും കിട്ടിയിട്ടില്ല. ഇന്ന് മുതൽ 2 ദിവസത്തേക്കുള്ള മഴയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇത് കണ്ടായിരുന്നു. ഈ മഴ കാരണം വിമാനം ഒന്ന് ലേറ്റ് ആവാതിരുന്നാൽ മതി. ഇവിടെ പുറത്ത് മഴയാണല്ലോ, മഴ പെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബോർഡിങ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ മഴ പെയ്യുവാണെങ്കിൽ ഇടാൻ വേണ്ടി റെയിൻ കോട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ പാസഞ്ചേഴ്സിനും. കൊള്ളാമല്ലേ? ആദ്യമായിട്ടാണ് റെയിൻ കോട്ടൊക്കെ ആയിട്ട് വിമാനത്തിൽ കയറാൻ പോകുന്നത്. നല്ല ക്വാളിറ്റി സാധനം കേട്ടോ, മറ്റേ ചാത്തം പ്ലാസ്റ്റിക്കിൻ്റെ സാധനമല്ല. പ്ലാസ്റ്റിക് തന്നെയാണ്, പക്ഷേ കുറച്ച് കട്ടിയുള്ള സാധനമാണ്. വിമാനത്താവളത്തിൽ വിമാനം പാർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ രാജാവിനെ പോലെ നടക്കുന്ന കോഴീനെ കണ്ടോ നിങ്ങൾ ഗൈസ്? നോക്കൂ, കോഴീനെ കണ്ടോ? കോഴി ഇതൊക്കെ വേറെ അവിടെ കാണാൻ പറ്റും. കോഴി കറങ്ങി കിടക്കുന്ന വിമാനത്താവളം. ഇവിടെ 2 എണ്ണം കിടപ്പുണ്ട്. ഒന്നൊരു ATR, പിന്നെ ഒന്ന് ഈ കിടക്കുന്നത് എംബ്രയർ. നമ്മളിപ്പോൾ ATRലാണ് പോകുന്നത്. അത് സാൻഡോ ഡൊമിംഗോയിൽ നിന്ന് വന്നതാണ്. വിമാനത്തിലൊക്കെ മറ്റേ തെറ്റിപ്പൂ ഒക്കെയാണ്, പക്ഷേ വിമാനത്താവളത്തിലൊക്കെ തെറ്റിപ്പൂ. ഇനി നമ്മളെ ഒരാൾ അക്കമ്പനി ചെയ്ത് വിമാനത്തിലേക്ക്. ആ ATR വിമാനത്തിൽ ഞങ്ങൾ ആകെ 7 പാസഞ്ചേഴ്സാണ് ഉള്ളത്. 7 പേര് ഉണ്ടല്ലേ? 1, 2, 3, 4, 5, 6, 7 പേര്. 7 പേർക്ക് വേണ്ടിയാണ് ഈ വിമാനം ഓടിക്കുന്നത്. വെറുതെ അല്ല, എത്ര പൈസ കൊടുത്തേക്കുന്നതെന്ന് അറിയാമോ? ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊല്ലലാ. $150. വിമാനത്തിന്റെ മൂക്കിന് പിടിച്ചിട്ട് കയറാൻ പറ്റുമോ? ആർക്കല്ലേ? ഇങ്ങനെയാണ് എൻ്റെ പരിപാടി. intercaribbean.com. നല്ല രസമുണ്ട് ഇവരുടെ ആ ഒരു ബാക്കിലെ 4 ലിവറി. Good evening. Any system go into the back. Are we late? Ladies and gentlemen, welcome aboard Intercaribbean Airways. Please keep the exits free from any obstruction. ഗുഡ് ബൈ ടു ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ്. ടാറ്റ ബൈ. നമുക്കിവിടുന്ന് 45 മുതൽ 50 മിനിറ്റ് വരെ ഫ്ലൈ ചെയ്യണം ആൻറ്റിഗ്വ എത്താനായിട്ട്. ഈ വിമാനത്തിൻ്റെ 8ാമത്തെ സീറ്റ് മുതൽ ബാക്കിലോട്ടിരിക്കാനാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ആകെ ഒരു 10-12 പേരെങ്ങാണ്ടേ ഉള്ളൂ. ബാക്കി മൊത്തം കാലിയാണ്, ഫ്രണ്ടിലോട്ടെല്ലാം കാലിയാണ്. അത് ഈ വെയിറ്റ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആൾക്കാരെ ബാക്കിലെടുത്തിരിക്കുന്നത്. കാരണം ഫ്രണ്ടിൽ കോക്പിറ്റും പിന്നെ നമ്മുടെ ലഗേജൊക്കെ ഉണ്ടല്ലോ, അത് ഫ്രണ്ടിലാണ് ലഗേജൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളോട് എല്ലാവരോടും പുറകെ ഇരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ATR അങ്ങനെയാണ്. ഇവിടെയുള്ള പല വിമാനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഐലൻഡ് ടു ഐലൻഡ് പോകുമ്പോഴത്തേക്കിനും കാലിയായിരിക്കും.
അങ്ങനെ നമ്മൾ ആൻറ്റിഗ്വ ആൻഡ് ബർബുഡ എന്ന് പറഞ്ഞ രാജ്യത്തെ ആൻറ്റിഗ്വ എന്ന് പറയുന്ന ഐലൻഡിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. സമീപമായിട്ട് 5:30 അതുകൊണ്ട് ഇരുട്ടി, അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇത് ശരിക്കും അത്യാവശ്യം കുറച്ച് വലിയ ഐലൻഡാണ് കമ്പയർഡ് ടു ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്. 2 ഐലൻഡായിട്ടാണിത്, ആൻറ്റിഗ്വ എന്ന് പറഞ്ഞ ഐലൻഡും ബർബുഡ എന്ന് പറഞ്ഞ ഐലൻഡും. അതാണ് ആൻറ്റിഗ്വ ആൻഡ് ബർബുഡ എന്ന് പറഞ്ഞ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിൽ ബർബുഡ കുറച്ച് മാറിയാണ്, എന്നാലും അടുത്തടുത്താണ്, വലിയ ദൂരമൊന്നുമില്ല. എനിക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിമാനത്തിലും ബോട്ടിലും ഒക്കെ പോകാൻ പറ്റുമായിരിക്കും. ഇത് അത്യാവശ്യം വലിയ ഐലൻഡ് കേട്ടോ, ചെറുതും വലുതുമായിട്ടുള്ള വലിയ വലിയ വീടുകളും കെട്ടിടങ്ങളും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. ഇവിടെ വലിയ കോളേജുകളും യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കോളേജിലെ ഒരു പ്രൊഫസറായിട്ടുള്ള ഒരാളെയാണ് ഞാനിപ്പോൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. മലയാളികളൊക്കെ കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ അടുത്ത 2 ദിവസം നിൽക്കാൻ പോകുന്നത്. അതിനുശേഷം ഞാനിവിടെ ഒരു ദിവസം ഒരു റിസോർട്ടിൽ നിൽക്കുന്നുണ്ട്, ഒരു ഓൾ ഇൻക്ലൂസീവ് റിസോർട്ടിൽ ഞാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറേ പരിപാടികൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഒരു 3 രാത്രിയുണ്ട് ആൻറ്റിഗ്വ ആൻഡ് ബർബുഡ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത്. പേടിയാവുന്നു, ചക്രങ്ങളെ ഇളകിപ്പോയ പോലെയൊക്കെ തോന്നി എനിക്ക്. അതുപോലെ വെൽക്കം പറഞ്ഞു ഞാൻ മേടിച്ചു പോയി. ഇതൊരു ചെറിയ എയർപോർട്ട് കേട്ടോ. അവിടെ കരീബിയൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബോയിങ് 737 കിടപ്പുണ്ട്. അത് ഇവരുടെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല, അതായത് ഇന്റർ കരീബിയൻ്റെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഇങ്ങനെ തന്നെ പരിപാടി, നമ്മളിറക്കി ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകും ഗൈസ്. അങ്ങനെ വെൽക്കം ടു ആൻറ്റിഗ്വ ആൻഡ് ബർബുഡ ഐലൻഡ്. ഇതാണ് ആൻറ്റിഗ്വ ആൻഡ് ബർബുഡ ഐലൻഡിൻ്റെ ടെർമിനൽ എന്ന് പറയുന്നത്. കൊള്ളാമല്ലേ? ഇത് ഇവരുടെ ഫ്ലാഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ കുറച്ച് കലാരൂപങ്ങളും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അകത്തെ പ്രൊസീജിയേഴ്സ് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറയാം. ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ് നമുക്കിവിടെ വന്നിറങ്ങണമെന്നുണ്ടെങ്കിൽ. ഇവിടെ നമ്മൾ ഇന്ത്യക്കാർക്ക് വരണമെന്നുണ്ടെങ്കിൽ US വിസ ഉണ്ടാവണം. പക്ഷേ US വിസ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കിവിടെ വന്നിട്ട് ഒരു വിസ ഓൺ അറൈവൽ പോലത്തെ ഒരു പരിപാടിയുണ്ട്. ഈ കരീബിയൻ രാജ്യങ്ങളിൽ നമുക്കിവിടെ മാത്രമാണ് നമുക്ക് എക്സ്പെൻസ് വരുന്നത്. $100 കൊടുക്കണം. അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോയി പാസ്പോർട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും അവർ നമ്മൾ ഒരു ഇമിഗ്രേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടാവും ഓൺലൈനിൽ. അതിനകത്ത് നമ്മുടെ അഡ്രസ്സും പിന്നെ ഓൺവേർഡ് ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷൻ കൗണ്ടറിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കുറേ കാര്യങ്ങൾ അവർ നമ്മളോട് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് എന്താണ് യെസ് ഐ തിങ്ക് യെസ് ഹായ് എന്നെ പിക്ക് ചെയ്യാനുള്ള ആൾക്കാരെന്ന് ഞാൻ പറയാം. ഹായ് നമസ്കാരം, വെൽക്കം, താങ്ക് യു. ഷിൻസ് ഹായ്. ഹായ് നമസ്കാരം. ഹായ്, താങ്ക് യു. ഫ്രണ്ട് ഷിൻസ്. ഹായ്. എവിടെ നാട്ടില്? ഞാൻ കൊല്ലം കുണ്ട്ര. ആ, കണ്ണൂര്. ഓക്കെ. യാത്ര ഇവിടെ ഒന്നുമില്ല. $100 കൊടുക്കണം, അത്ര ഉള്ളത് പറഞ്ഞില്ല. അത് ഒരു റെസീപ്റ്റ് ഒക്കെ തരും. അത് നമുക്ക് ഇന്ത്യൻസിന് ഒരു ഫീസ് ഉണ്ട്. വൈകുന്നേരം കഴിഞ്ഞ തിരക്ക് കുറവാണ്. ഏത് ബോട്ടാ? അതെന്ത് ബോട്ടാ അത്? പിന്നെ കാർണിവലിന്റെ ഒരു ഇതുണ്ട്. അതെന്താ സംഭവം ബോട്ട്? അത് ഇവര് സെയിലിങ്ങിന് പോയതാ. ആ, അറ്റ്ലാന്റിക്. ആ, അതിൽ കുറച്ച് ഒരു ഇന്ത്യൻ ഒറിജിൻ ഒരു ലേഡി ഇല്ലായിരുന്നു. ആ, എല്ലാം ഫോട്ടോയും കാണും അതില്. ആണോ? അത് ശരി, ഞാൻ നോക്കിയില്ലായിരുന്നു. സെയിലിങ്ങിന്റെ ഒരു സ്ഥലമാണ്, സെയിലിംഗ് വീക്ക് ഒക്കെ ഉള്ള സ്ഥലമാണ്. ഓക്കെ. പിന്നെ കാർണിവലിന്റെ ഒരു അത് തിരിച്ചു വരുമ്പോ ഇവിടെ വരത്തില്ല, മേളിലോ വേറെ അപ്പുറത്തൂടെ അല്ലേ? അപ്പൊ കണ്ടിട്ട് വരാം. ഇവിടെ ഒരു ബോട്ട് ഇരിപ്പുണ്ട്, അറ്റ്ലാന്റിക് ചലഞ്ച് ടാലിസ്കർ വിസ്കിയുടെ പരസ്യമാണ്. റോട്ടറി ക്ലബ് ഓഫ് ആൻറ്റിഗ്വ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ കാണാം. അപ്പോൾ ശരിക്കും ഒരു അറ്റ്ലാന്റിക് റോവേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് 2015 ഇവിടുത്തെ 4 ആളുകൾ 4 men ഫ്രം ആൻറ്റിഗ്വ ആൻഡ് ബർബുഡ സ്റ്റാർട്ടഡ് ഔട്ട് ഓൺ 3500 മൈൽ ട്രാൻസ് അറ്റ്ലാന്റിക് ഓഷ്യൻ റോയിങ് റേസ് ഫ്രം കാനറി ഐലൻഡ്സ് ഓഫ് ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ആഫ്രിക്ക ആൻഡ് ഫിനിഷ്ഡ് 52 days ലേറ്റർ ഇൻ ആൻറ്റിഗ്വ. അതാണ് സംഭവം. ഇതാണ് 4 പേര്. ഈ സ്കോട്ട് പോട്ടർ, എലി ഫിള്ളർ, ജോൺ വാട്ടർ, നിക്കോ സയോസിസ്. ഇവരാണ് ഈ ഒരു ബോട്ടിലാണ്. ഈ ഒരു ബോട്ടിൽ 4 പേരോ, എൻ്റെ പൊന്നെ, സമ്മതിക്കണം. ഇതെങ്ങനെയാണ് ഇവർ ചെയ്തത് പരിപാടി? എന്തായാലും ആ ഒരു ബോട്ട് ഇവിടെ എയർപോർട്ടിൽ എല്ലാവരും കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ടായിരിക്കും. പിന്നെ ഇവിടെ കുറേ കലാരൂപങ്ങളും ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അങ്ങനത്തെ കുറേ സംഭവങ്ങളും ഉണ്ട്. സീ ടർട്ടിൽ ക്രോസിംഗ്. നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും വേറെ എവിടെയും കാണാത്ത രീതിയിലുള്ള ഒരു റെഡ് കളറിലെ ഒരു എന്താ പറയുക സ്ട്രീറ്റ് ലൈറ്റ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞാൽ ഈ ടർട്ടിൽ ക്രോസിംഗ് ആയതുകൊണ്ടാണോ? അതെ. ഇവിടെ മൊത്തം സീ ടർട്ടിൽസിന്റെ ഇൻഹാബിറ്റൻസ് ആണ്. കുറേ ദൂരം റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ മരങ്ങള്, അതൊരു ബീച്ചുമാണ്, നമുക്കവിടെ പോവാം.
പക്ഷെ അവിടെ എല്ലാം സീ ടർട്ടിൽസ് വന്ന് മുട്ടയിടുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അതിനെന്തിനായിരിക്കും ഈ റെഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്? അത് നമ്മളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവർക്ക് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയായിരിക്കും. പിന്നെ ഒരു രാത്രിയിൽ നമ്മൾ പോകുമ്പോൾ സൂക്ഷിച്ച് പോകണമെന്നുള്ളതാണ്. അതിന് വേണ്ടിയാണോ? അതിന്റെ മുകളിൽ കൂടെ കയറി പോരുതല്ലോ. ഓക്കെ, അത് ശരി. ഓക്കെ, രാത്രിയിൽ ഇത് ക്രോസ് ചെയ്തോളം തോന്നുന്നു, പകലത് ക്രോസ് ചെയ്യാൻ സാധ്യതയില്ലെന്ന്. ഇത് വിജയകുമാർ ചേട്ടൻ, ഇത് ചേട്ടന്റെ ഭാര്യ മഞ്ജു ചേച്ചി. ഇവര് കൊല്ലംകാരാണല്ലേ? അല്ലല്ലേ, കുണ്ടറ സ്വദേശികളാണ്. ചേട്ടൻ 2005 ആണ് ആദ്യമായിട്ട് ആന്റിഗ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന ഏകദേശം ആദ്യത്തെ ഒരു മലയാളി ആയിരിക്കാം അദ്ദേഹം. അതെ, അതിനുശേഷം അദ്ദേഹം കുറച്ച് വർഷം സൗദിയിൽ പോയിരുന്നു, പിന്നീട് തിരിച്ചിവിടെ വന്നു. അപ്പൊ ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് ഇവിടെ ഉണ്ട്. അതായത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ആന്റിഗ എന്ന് പറഞ്ഞിട്ട് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ക്യാമ്പസിൽ ലൈബ്രറിയൻ ആയിട്ട് വർക്ക് ചെയ്യാണ്. കുറെ വർഷമായിട്ട് ലൈബ്രറിയൻ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? സൗദിയിലും അത് തന്നെ അല്ലായിരുന്നു? അത് ഏത് യൂണിവേഴ്സിറ്റിയിലായിരുന്നു? അത് കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി. ചേട്ടൻ ഡോക്ടറേറ്റ് എടുത്തത് ഏതിലാണ്? അപ്പോൾ ലൈബ്രറി സയൻസ്. അത് ശരി, ലൈബ്രറി സയൻസിൽ ഡോക്ടറേറ്റോ? അതെന്താണ് അപ്പം? അതെങ്ങനെയാണ് അത്? ആ ഒരു സംഭവം അത് ഭയങ്കര വെറൈറ്റി ആണല്ലോ. അത് അതിന്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഡോക്ടറേറ്റ് ആണ്. ഓ, ലൈബ്രറി സയൻസിൽ ഡോക്ടറേറ്റ് എടുത്ത ആണല്ലേ ആളാണ് ഇവിടെ എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഞങ്ങളിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. ചേട്ടനാണ് എന്നെ 2 ദിവസം ഹോസ്റ്റ് ചെയ്യുന്നത്. ചേട്ടൻ്റെ വീട്ടിൽ പോയി എനിക്കൊരു മുറി തന്നു, അലക്കാനുള്ള തുണിയൊക്കെ അലക്കാനിട്ടു, ചായ മിക്സറും കഴിച്ചു. ഇവിടെ കുറച്ച് മലയാളികളെ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഒരു 5-6 മലയാളി ഫാമിലീസ്, നേരത്തെ നമ്മൾ കണ്ട ചേട്ടൻ്റെ വീട്ടിൽ ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. വെൽക്കം സുജിത് ഭക്തൻ ടു ആന്റിഗ. ഇവിടെ അങ്ങനെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നതൊക്കെ കുറവായിരിക്കും. വല്ലപ്പോഴും ക്രിക്കറ്റുകാർ വല്ലതും വന്നാലേ ഉള്ളൂ. ക്രിക്കറ്റുകാർ വരുമ്പോൾ കാണാറുണ്ടോ? നമ്മള് ശ്രമിക്കാറുണ്ട്. ചിലപ്പോ നടക്കും. സഞ്ജു സാംസനെ കണ്ടായിരുന്നു? സ്റ്റേഡിയത്തിൽ വെച്ച് കണ്ടതേ ഉള്ളൂ. ആണല്ലേ? അവര് ഇപ്രാവശ്യം T20 ഇതിന് വന്നായിരുന്നു. അത് ഭയങ്കര പ്രോട്ടോകോൾസ് ഭയങ്കരമാണ്. കളി നടക്കുന്നതുകൊണ്ട് പുറത്തോട്ട് പോകാനും ഒക്കെ ഭയങ്കര നിയന്ത്രണങ്ങളാണ്. അതെ, ശരിയാണ്. ഓക്കെ, വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനം ഇവിടെയാണ് അല്ലേ? നാളെ കാണാം. നാളെ കുറെ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. വെസ്റ്റ് ഇൻഡീസ് യെസ്, അതൊക്കെ അങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുക സെയിം യൂണിവേഴ്സിറ്റി? അല്ല, ഞാനല്ല, ജോ അല്ല, ഓക്കെ. ഷെഫാണോ? അല്ല, ഞാൻ ഇവിടെ പർച്ചേസിംഗ് ആണ്. ഓക്കെ, പർച്ചേസിംഗ് മാനേജർ. അടിപൊളി. ഏത് റിസോർട്ടാ? ജുംബി ബാഗ്. ഓക്കെ, എനിക്കറിയില്ല, നോക്കില്ല. ഓക്കെ, ശരി. എന്താ പേര്? നാട്ടിലെവിടെ? കണ്ണൂര്. കണ്ണൂരുകാര് കുറച്ച് പേരുണ്ടല്ലേ? ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ തൃശ്ശൂർ. എന്ത് ചെയ്യുന്നു? ഞാൻ ഡോക്ടർ ജോണിന്റെ ക്ലിനിക്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക്. ഓക്കെ. ഹോസ്പിറ്റൽ ഏത് ഹോസ്പിറ്റല്? ഡോക്ടർ ജോണിന്റെ ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് പുതു വരുന്നേ ഉള്ളൂ. ഓക്കെ. ഞാൻ ബഹാമസിൽ പോയപ്പോൾ അവിടെയും കണ്ടായിരുന്നു ഒരു ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. അവരുടെ തന്നെയാണോ? അല്ല, ഇത് സെപ്പറേറ്റ് പ്രൈവറ്റ് മാനേജ്മെന്റ്. ഓക്കെ. നിങ്ങളും വർക്ക് ചെയ്യാണോ അതോ? ഇല്ല. ആണോ? പഠിപ്പിക്കുകയാണോ? അത് ശരി. ഓക്കെ. ഹായ്. അപ്പൊ ഇവിടെ ശരിക്കും മെഡിക്കൽ കോളേജ് ആണോ? ആണോ? അപ്പൊ നിങ്ങൾ ഡോക്ടേഴ്സ് ആണോ? ഓക്കെ. ഡോക്ടേഴ്സ് അല്ലേ പഠിപ്പിക്കുകയുള്ളൂ. ദാറ്റ്സ് നൈസ്. അത് ശരി. എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ MBBS ഒക്കെ പഠിക്കാനായിട്ട് ഉള്ള, അതും മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളൊക്കെ ഉണ്ടെന്നുള്ളത്. ആണോ? അത് ശരി. ഓക്കെ. ഹായ്, നമസ്കാരം. ജോസഫ്. എന്ത് ചെയ്യുന്നു? ഓ, ഷെഫ്. ഓക്കെ, അതാണോ ഭക്ഷണമൊക്കെ വരുന്നേ? ഹായ്, എന്താ പേര്? എന്ത് ചെയ്യുന്നു? ഷെഫാണോ? ഓക്കെ. ഏത് ഹോട്ടലിലാണ് വർക്ക് ചെയ്യണേ? സാൻഡൽസ് റിസോർട്ട്. സാൻഡൽസ്. ഓക്കെ. നമ്മൾ മറ്റേ റോയൽട്ടൺ പോലെ, റോയൽട്ടനേക്കാൾ വലിയ. ഓക്കെ. അത് ഡോക്ടർ ജീവൻ. ഹായ്, ഹൗ ആർ യു? നമ്മുടെ ഫാക്കൽറ്റിയാണ്. ഓക്കെ. മലയാളി അല്ലേ? നോ? ഓക്കെ. ഓക്കെ. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹരിയാന അല്ലേ? UP. ഓക്കെ. മലയാളം സംസാരിക്കും, അറിയാം.
ഡാൻസ് കളിക്കുന്നുണ്ട്. ഭയങ്കര പാട്ടാണ്. ഇവിടെ ഗെറ്റ് ടുഗദറാണ്. ഞാൻ വന്നത് കൊണ്ട് ഇവരെല്ലാവരും കൂടെ ഗെറ്റ് ടുഗദറാണ്. നോക്കി, ഗുഡ് മോർണിംഗ് ഗായ്സ്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദറെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് ഇറങ്ങി. നെക്സ്റ്റ് ഡേ ആസ് യൂഷ്വൽ നമ്മുടെ മോർണിംഗ് ഒരു ചെറിയ വർക്കൗട്ട്. എങ്ങോട്ടാന്ന് നോക്കട്ടെ. ഇവിടെ മൊത്തം നല്ല അടിപൊളി വീടുകൾ കേട്ടോ. ഈ ഒരു ഏരിയയൊക്കെ നമുക്ക് മോർണിംഗ് വർക്കൗട്ട് നടക്കും. നമുക്ക് കാഴ്ചകളും കാണാം. ഇതുണ്ട് ഞങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. വീടുകളൊക്കെ കണ്ടോ, നല്ല രസമില്ലേ? ചെമ്പരത്തിപ്പൂവും മറ്റുമൊക്കെ ആയിട്ട്. ട്രോപ്പിക്കലാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ കാണാൻ പറ്റും. ഇവരുടെ ഈ ബാൽക്കണി എന്നുള്ള വ്യൂ ഭയങ്കര രസമാട്ടോ. പക്ഷേ എൻ്റെ പൊന്നു, അതായത് നല്ല ഒരു കടൽ വ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും. വീട്ടിലെ വ്യൂ കേട്ടോ. അതായത് ഇവിടെ നിന്ന് നമുക്കിങ്ങനെ ആ ഒരു കടൽ ഫുള്ളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. രാവിലെ എണീറ്റിരിക്കുമ്പോഴത്തേക്കിനും നല്ല കാറ്റുമാണ്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇതിപ്പം സൂര്യൻ രാവിലെ എന്താ പറയുക, വീട്ടിൽ നിന്ന് മടി പിടിച്ച് എണീറ്റ് വരികയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് അത്യാവശ്യം പുള്ളി നല്ല ഉഷാറോടെയാണ് വരുന്നത്. നല്ല ചൂടായിരുന്നു, നല്ല വെയിലായിരുന്നു. ആ ഒരു രീതിയിൽ ഇങ്ങനെ കാണാം. അപ്പോൾ ഈ കാണുന്ന കടലിൻ്റെ കളറ് കണ്ടില്ലേ? ഈ കാണുന്ന കടലിൻ്റെ കളറ് ഇതിങ്ങനെ വെയിലിൻ്റെ ആ ഒരു സംഭവം വരുന്നതനുസരിച്ചിട്ട് ഇതിങ്ങനെ മാറും. അതായത് വെയിലിൻ്റെ കാഠിന്യവും അതേപോലെ തന്നെ വെയിലിൻ്റെ ആ ഒരു രീതിയൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു ഓഷൻ്റെ ആ ഒരു കളറ് മൊത്തം മാറി മറിയും. ചിലപ്പോൾ പച്ചയും നീലയും അങ്ങനെ പല രീതിയിലേക്ക് മാറും. അതാണ് ഈ ഭാഗത്തെ കടലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും സംഭവം കൊള്ളാം. മറ്റ് കരീബിയൻ രാജ്യങ്ങൾ നമ്മൾ കണ്ടതുപോലെ തന്നെ നമുക്ക് ഒറ്റ ഡ്രോൺ ഷോട്ടിൽ ഈ രാജ്യത്തിൻ്റെ മുക്കും പോലെയൊന്നും കാണാൻ പറ്റുകയില്ല. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു രാജ്യമാണ്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമ്മൾ എന്തായാലും പോവും. ഇവിടെ മെജോറിറ്റി പ്ലെയിൻ ലാൻഡാണ്, അതായത് ഫ്ലാറ്റ് ലാൻഡാണ്. വലിയ കുന്നുമലയുള്ള ഒരു ഏരിയ അല്ല ഈ ഒരു രാജ്യം എന്ന് പറയുന്നത്. സോ ഓരോ രാജ്യവും വ്യത്യസ്തമാണ്. നമ്മൾ കാണുന്ന ഓരോ രാജ്യവും വ്യത്യസ്തമാണ്. അപ്പോൾ ആ വ്യത്യസ്തമായ രാജ്യങ്ങളുടെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് പോകാം. ഇപ്പോൾ എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. രാവിലെ നമുക്ക് ചേച്ചി അപ്പമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം, മുട്ടക്കറി, പിന്നെ തേങ്ങാ ചമ്മന്തി. ഇത് കരീബിയൻ ദ്വീപുകളായതുകൊണ്ട് ഇവിടെ എല്ലാം തേങ്ങ ഉണ്ടാവും ഇഷ്ടം പോലെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തേങ്ങ കിട്ടാനായിട്ട് വലിയ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പല സ്ഥലത്തും തേങ്ങയുണ്ടല്ലോ. തേങ്ങ, അവക്കാഡോ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേസ് ഇവിടെ. ഇതൊരു വലിയ അവക്കാഡോ എന്നറിയോ? നമ്മൾ സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങിയാണല്ലേ. നമുക്കിപ്പോൾ പോയിട്ട് നമ്മളെ ഷിൻസിനെ പൊക്കണം. ഷിൻസിനെ പൊക്കിയിട്ട് ഞങ്ങൾ റെഡിയാകും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണം. ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടോ? ഇത് നമ്മുടെ ചൈനീസ് എംബസിയാണ്. ഇത് കണ്ടില്ലേ? നമ്മുടെ ചൈനയുടെ ഫ്ലാഗ് ഒക്കെ കണ്ടില്ലേ? അതായത് ഇവിടെ അമേരിക്കയുടെ ചുറ്റിനുമുള്ള പല കരീബിയൻ രാജ്യങ്ങളിലും ചൈനീസ് എംബസിയുടെ ആധിപത്യം അല്ലെങ്കിൽ ചൈനീസ് ആധിപത്യം വളരെയധികം കൂടുതലാണെന്ന് നമ്മൾ ബഹാമസ് മുതൽ കാണുന്നതാണ്. ഇവിടെ എയർപോർട്ട് പണിത് കൊടുത്തതും പിന്നെ എന്താണ് പുതിയ എയർപോർട്ട് ടെർമിനൽ പണിഞ്ഞതും സർ വിവിയൻ റിച്ചാർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്റർനാഷണൽ സ്റ്റേഡിയം അത് പണിഞ്ഞതും. ഓക്കെ. പിന്നെ ഒരുപാട് പ്രോജക്ട്സുകൾ ഇൻക്ലൂഡിങ് പവർ പ്ലാന്റുകൾ, പിന്നെ അഗ്രികൾച്ചറിൽ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടെക്നോളജി കൊണ്ടുവരാൻ ചൈനയ്ക്ക് ഭയങ്കര സ്നേഹമല്ലേ ഇവരോട്? അല്ലേ? എന്താണെന്നറിയില്ല, ചൈനയ്ക്ക് ചിലപ്പോൾ അങ്ങനെയാ. നമ്മുടെ അവിടെ മാൾഡീവ്സിനോട് ശ്രീലങ്കയോടൊക്കെയാ സ്നേഹം. അങ്ങനെ ഭയങ്കര സ്നേഹമാണ് ചില സമയത്ത്. നമ്മൾ ഷിൻസും വന്നു. നമ്മളിപ്പം കാണാൻ പോകുന്ന ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ. പുള്ളിയെ കാണാൻ പറ്റുമോ? ആണല്ലേ? ആണല്ലേ? അത് ശരി. ആണല്ലേ? ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററുടെ വീടാണ് നമുക്കിവിടെ മുമ്പിൽ കാണുന്നത്. മുമ്പിൽ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. ശരി. അപ്പൊ പുള്ളിയെ കാണാറുണ്ട് ഇവിടെ നിങ്ങള്? ഞങ്ങള് രാവിലെയൊക്കെ ഓഫീസിൽ പോകുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഈ കാർപോർച്ചിനകത്തൊരു ജിമ്മുണ്ട്. അവിടെ പുള്ളി എക്സസൈസ് ചെയ്യുന്നത് കാണാൻ പറ്റും. പുള്ളിക്ക് ഒരു പ്രൈവറ്റ് ജീപ്പുണ്ട്. വീക്ക് ഡേയ്സിൽ വീക്കെൻഡിലൊക്കെ പുള്ളി അതായിട്ട് ഒരു പ്രാവശ്യം ഇവിടെ സൂപ്പർ മാർക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഐലൻഡിലൊക്കെ ഉള്ള ആൾക്കാർ പറയാറുണ്ട്, മറ്റേ സൂപ്പർ മാർക്കറ്റിൽ ബില്ല് ചെയ്യാൻ എന്റെ പുറകെ ഇരുന്ന ആൾ ഇവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു, അതിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഷേക്ക് കൊടുക്കാം, വേണേ ഫോട്ടോ എടുക്കാം. ശരി, ഓക്കെ. ചെറിയൊരു സ്ഥലമാണല്ലോ, അതുകൊണ്ട് അതിന്റെ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ വ്യത്യാസം പറയാം, നമ്മുടെ നാട്ടിലല്ലേ ഈ ആരാധനാ കൾച്ചറുള്ളൂ. സെലിബ്രിറ്റീസ് ആയാലും ക്രിക്കറ്റേഴ്സ് ആയാലും പൊളിറ്റീഷ്യൻസ് ആയാലും അത് ഇവിടെ ഇല്ല. ഇവിടെ ആരാധന ഇല്ലല്ലോ. ഇവിടെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുന്ന ഒരാള് അത്രേ ഉള്ളൂ. നമ്മുടെ അവിടെ പിന്നെ ഒരു മന്ത്രി ആയി കഴിഞ്ഞാല് പിന്നെ നമുക്ക് 100 കൂട്ടം പ്രോട്ടോക്കോളായി.
സെക്യൂരിറ്റി അടുത്ത് പോകാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ സംഭവങ്ങളായി മാറി. മറ്റു കാര്യമില്ല, രാജ്യം വലുതാകുമ്പോൾ ജനസംഖ്യ കൂടുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മളിവിടുത്തെ ഒരു ഗ്രാമത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കിനും ഇവിടുത്തെ ആളുകളുടെയൊക്കെ വീടുകൾ കണ്ടോ. അതായത് ഇതുപോലെയുള്ള വുഡൻ വീടുകൾ, കോൺക്രീറ്റ് തൂണിൽ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്ന രീതിയിലുള്ള വുഡിൻ്റെ വീടുകൾ നമുക്ക് പല സ്ഥലത്ത് കാണാൻ സാധിക്കും. പിന്നെ ഇവരുടെയൊക്കെ വീടിൻ്റെ മുകളിൽ വാർക്കത്തില്ല, മുകളിലെല്ലാം ഷീറ്റായിരിക്കും പലയിടത്തും ഇട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പല സംഭവങ്ങൾ നമുക്കിവിടെ കാണാം. പിന്നെ കൃഷിസ്ഥലങ്ങളിൽ നമുക്ക് പപ്പായയും വാഴയും പിന്നെ മുരിങ്ങയും പിന്നെ നമ്മുടെ പുളി, കൈതച്ചക്ക എല്ലാം മറ്റേ കടച്ചക്ക, ഏത്തക്ക, ഇത് നമ്മുടെ നേന്ത്രക്ക കണ്ടോ, നമ്മുടെ നേന്ത്രക്ക, അങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്കിവിടെ കാണാം. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വീടുകൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വലിയ 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 ഗംഭീര വീടുകൾ നമുക്ക് കാണാം. നമ്മൾ വില്ലേജസിലേക്ക് വന്നു കഴിഞ്ഞാൽ റോഡൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും കരീബിയൻ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര മോശമാണ്. ആകെ നമ്മൾ കുറച്ച് കൊള്ളാവുന്ന റോഡുകൾ കണ്ടത് നമ്മൾ പോർട്ടോറിക്കോയിൽ മാത്രമാണ്. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ചെറിയ റോഡുകളാണ്. പക്ഷേ ഇത് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡിനെ കാട്ടി ഭേദം കേട്ടോ. ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡിൽ റോഡ് പോലും ഇല്ലായിരുന്നു പല സ്ഥലത്തും. നമ്മളിപ്പോൾ ഡെവിൾസ് ബ്രിഡ്ജ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രകൃതി ഒരുക്കി തന്ന ഒരു സൗന്ദര്യമുണ്ട്, ഒരു പാലമുണ്ട്, ഒരു നാച്ചുറൽ ഒരു പാലം. അതായത് അറ്റ്ലാന്റിക് കടൽ തിരകൾ ഉണ്ടാക്കിയ ഒരു പാലം. അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലം കണ്ടോ, ഇതാണ് ഡെവിൾസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ്. അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വേവ്സ് തിരകളടിച്ച് ഉണ്ടായ ഒരു പ്രതിഭാസമാണ്. നമ്മൾ ഓസ്ട്രേലിയയിലൊക്കെ പോയ സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള പല സംഭവങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അത്രയും ഒരു വൗ ഫാക്ടർ ഇവിടെ തോന്നില്ല. പക്ഷെ എന്നാലും നമുക്കിങ്ങനെ ഇവിടെ അതിശക്തമായിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ അടിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ചെറിയൊരു ഗ്യാപ്പിൽ നമുക്ക് അതിനിടയ്ക്ക് കൂടെ ഇങ്ങനൊരു പാലം പോലെയൊക്കെ നമുക്ക് ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ. അതിനിടയ്ക്ക് കൂടെ തിര ഇങ്ങനെ അടിക്കുന്നത് കണ്ടോ. സോ ഇതാണ് ബേസിക്കലി ഡെവിൾസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ഒരു സംഭവം. ശരിക്കും പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആഫ്രിക്കൻ സ്ലേവ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ നിന്നും രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഇവിടെ വന്ന് ചാടിക്കഴിഞ്ഞ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആഫ്രിക്കയിലേക്ക് എത്തും എന്നൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഇവിടെ വന്ന് കൈൻഡ് ഓഫ് ആത്മഹത്യ പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. കാരണം അത്ര തിരയുള്ള ഈ സ്ഥലത്ത് വന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ട് ആഫ്രിക്കയിലല്ലല്ലോ, അങ്ങ് കടലിലേക്ക് അങ്ങ് പോകത്തല്ലേ ഉള്ളൂ. സോ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഈ ഒരു സംഭവം. വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ ഒക്കെ നടക്കാം. ആ തിരയൊക്കെ അടിച്ചിട്ട് ആ ഒരു രീതിയിലൊക്കെ വേണമെങ്കിൽ നടക്കാം. അങ്ങനെ ആരെങ്കിലും നടക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആർക്കെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ പോയി നടക്കാം. ഈ രാജ്യത്തിൻ്റെ ഒരു മൂലക്കായിട്ടാണ് ശരിക്കും ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ചെറിയൊരു സ്ഥലം. ഇവിടേക്ക് എത്തിപ്പെടാനായിട്ട് തന്നെ ഇച്ചിരി മോശമായിരുന്നു. ഒരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ചെറിയൊരു കുഞ്ഞ് ഐലൻഡ് പോലത്തെ ഈ ഒരു സ്ഥലം കണ്ടോ. ഐലൻഡ് തന്നെ പറയാം. അങ്ങോട്ടേക്ക് പാലം പണിതിട്ടാണ് ശരിക്കും ഇത്തരത്തിലുള്ള ഈ ഒരു സ്ഥലം ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഇങ്ങനെ മുട്ടിക്കേറി ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് അതിശക്തമായിട്ട് ഈ കടലിൽ നിന്നുള്ള തിര ഇങ്ങനെ പല സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ അടിക്കുന്ന കാണാൻ സാധിക്കും. ആ ഒരു തിരയടിച്ചാണ് ബേസിക്കലി ഇത് ശരിക്കും ലൈം സ്റ്റോൺ ആണ് ഈ കാണുന്നത്. നമുക്കിവിടെ ആൻറ്റിഗ്വയിൽ നമുക്ക് വോൾക്കാനിക് ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കില്ല. ലൈം സ്റ്റോൺ കല്ലുകളും പാറകളുമാണ് കടലിൻ്റെ ഈ ഒരു തിരയടിച്ചിട്ട് നമുക്ക് ഇത്തരത്തിൽ ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ മാറുന്നത് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ കടലിൻ്റെ തീരത്തായിട്ട് നമുക്ക് നല്ല അടിപൊളി ആ ഒരു ക്ലിഫിൻ്റെ ഏരിയയിൽ നല്ല കിഡിലൻ കിടക്കാച്ചി റിസോർട്ടുകളൊക്കെ കാണാൻ സാധിക്കും. ഒരു $500 $600 റേഞ്ചിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള റിസോർട്ടുകളിലൊക്കെ റൂമുകളൊക്കെ ലഭിക്കും. റിസോർട്ടുകളിലെ റൂമുകളെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അത് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് കൈൻഡ് ഓഫ് വ്യൂ യു ആർ ഗെറ്റിംഗ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെയൊക്കെ നമുക്ക് കാണാം അതിൻ്റെയൊക്കെ ആ കോട്ടേജുകളുടെയൊക്കെ മുമ്പിലായിട്ട് ചെറിയൊരു പ്ലഞ്ച് പൂള് പോലത്തെ എന്തോ ഒരു സെറ്റപ്പൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കൊള്ളാം അല്ലേ? എന്തോരോ അടുക്കി എന്തോരോ അടിപൊളി കോട്ടേജുകളാണെന്ന് നോക്കി ഈ ബീച്ച് സൈഡിൽ ഇങ്ങനെ ഉണ്ടാക്കി പണിത് വെച്ചിരിക്കുന്നത്. അതും റൈറ്റ് ഓൺ ദ ബീച്ച്, കടൽ തീരത്ത് പണിത് വെച്ചിരിക്കുന്നു. പിന്നെ അവിടെ നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ കാണാം. പിന്നെ ഇവിടെ നമുക്ക് ഇവർക്കൊരു പ്രൈവറ്റ് ബീച്ച് പോലത്തെ ഒരു ഏരിയ കാണാം. അങ്ങനെ മൊത്തത്തിൽ നല്ല കിഡിലൻ സ്ഥലം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഒരു റിസോർട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കിനും അത് വേറൊരു റിസോർട്ടാണ്. ഇങ്ങനെ ആ ഒരു കടൽ തീരത്ത് ശരിക്കും ഇങ്ങനെ ഒരു പ്രൈം ലൊക്കേഷനിൽ എത്ര റിസോർട്ടുകളാണെന്നറിയോ ഈ ഭാഗത്തുള്ളത്. ഭയങ്കര രസമാണ് കാണാനായിട്ട് ആ റിസോർട്ടുകളും അതേപോലെ തന്നെ സംഭവങ്ങളും ഫെസിലിറ്റീസും ഒക്കെ നോക്കി എന്തോരം ഉണ്ടല്ലേ. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ എനിക്ക് കൊതിയാവുന്നുണ്ട്. എന്ത് സെറ്റപ്പാണെന്ന് നോക്കി. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ദിസ് ഈസ് അനദർ റിസോർട്ട്. ഈ റിസോർട്ടിൻ്റെ പേര് വരാന്ത റിസോർട്ട് എന്നാണ്. വരാന്ത റിസോർട്ടാണ് ഈ കാണുന്നത്. എന്തോരം റൂംസും എന്തോരം കോട്ടേജസും ആയിരിക്കും ഇവിടേക്ക് ഉണ്ടാവുക അല്ലേ. ഈ കാണുന്ന സ്ഥലം കണ്ടോ, ഇവിടെയാണ് മറ്റേ ഡെവിൾസ് ബ്രിഡ്ജ് ഉള്ളത്.
ശരിക്കും ഇവിടെ വന്ന് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല, കാരണം അതുപോലെ തിര അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അത് മാത്രമല്ല ഇവിടെയൊക്കെ സ്ലിപ്പറിയാണ്, ഡേഞ്ചറാണ്. സോ വാട്ട് ഈസ് ദിസ്? ഓ, ഇത് കണ്ടോ, ഒരു പ്രത്യേകതരം ചെടിയാണ് ശരിക്കും. ആ തിര അടിക്കുന്നുണ്ട്. ആ തിര അത്രയും എൻ്റെ ദേഹം വരെ അടിച്ചു. അത്രയും ശക്തിക്ക് അടിച്ചില്ലായിരുന്നുണ്ട്, വഴുക്കലില്ലായിരുന്നുണ്ട് വേണം ഇതിൻ്റെ മേളിൽ കൂടെ അങ്ങോട്ടേക്ക് നടന്നു പോകാം. പിന്നെ ഇറ്റ്സ് ഡേഞ്ചറസ്. എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്? കുറച്ചും കൂടെ ഉണ്ടായിരുന്നല്ല നേരത്തെ, അത് പിന്നെ ഇടിഞ്ഞു പോയിട്ടുണ്ടാവും. നമ്മളിവിടെ കാണുന്ന ഈ ലൈം സ്റ്റോൺസ് ഉണ്ടല്ലോ, ശരിക്കും ഇതൊരു സെഡിമെന്ററി റോക്കാണ്. ഇത് കാൽഷ്യം കാർബണേറ്റും അരഗണേറ്റും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് സാധനങ്ങളാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ മറൈൻ ഓർഗാനിസംസ് ഉണ്ടല്ലോ, ഈ കടലിലെ ഓർഗാനിസംസ്, അതിനകത്ത് ഫോസിലൈസ്ഡ് ആയിട്ടുണ്ടാവുന്ന പാറ പോലത്തെ സ്ഥലമാണ് ബേസിക്കലി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് ഓയിസ്റ്റേഴ്സൊക്കെയാണ് ബേസിക്കലി അതിൻ്റെ ഒരു മെയിൻ സ്പീഷീസ് എന്ന് പറയുന്നത്. ഈ ഒരു പാലത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ വെള്ളം തിരയടിക്കുന്നതനുസരിച്ച് ഇങ്ങനെ കൂടിയും കുറഞ്ഞും ചിലപ്പോൾ ഒടിഞ്ഞു വീഴും, അങ്ങനെ സംഭവങ്ങളൊക്കെ വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പറയാൻ പറ്റത്തില്ല, മില്യൺസ് ഓഫ് ഇയേഴ്സ് തിരയടിച്ചായിരിക്കും ഓരോ ഷേപ്പിലുള്ള പല സംഭവങ്ങളും ഇങ്ങനെ ഉണ്ടാവുന്നത്. ഒരു വല്ലാത്തൊരു നാച്ചുറൽ വണ്ടറാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, ഇഫ് യു കോൾ ഫോർ ദ ഡെവിൽ ഇൻ എ ലൗഡ് വോയിസ് എ ബിഗ് വേവ് വിൽ കം. അതേപോലെ തന്നെ പാലത്തിനടിയിൽ ഡെവിൾ ഉണ്ട്, അതുകൊണ്ട് ബി കെയർഫുൾ, അങ്ങോട്ട് ആരും പോകരുത്. പിന്നെ ഒരു പച്ച മുട്ട എടുത്തിട്ട് കടലിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് തിളച്ചു പോവും, നോട്ട് ഷുവർ ഹൗ യു റിട്രീവ് ഇറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ സ്ലേവ്സ് കമ്മിറ്റഡ് സൂയിസൈഡ് ബൈ ജമ്പിങ് ഓഫ് ദ ബ്രിഡ്ജ്, നോ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്. അതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമാണ്. അങ്ങനെ കുറേ സംഭവങ്ങളും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡ് ഇവിടെ കാണാം. പിന്നെ ഇവിടെ നീരാളിയുടെ ഷേപ്പിലുള്ള ഒരു കൈറ്റ് ഫെസ്റ്റിവൽ എല്ലാ മാസവും ഫസ്റ്റ് സൺഡേ നടക്കാറുണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടായിരുന്നു. കം ഹിയർ, ഫ്ലൈ വിത്ത് അസ്. ഹലോ, ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ബെറ്റീസ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു ഷുഗർ പ്ലാന്റേഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്കിവിടെ 2 വിൻമില്ല് പോലത്തൊരു സാധനം കാണാം. ഇതെന്താ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് നമുക്കിവിടെ ഈ ബ്രിട്ടീഷുകാർ വന്ന് കോളനി ആക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ സ്ലേവ്സ് ആക്കി, അല്ലെങ്കിൽ സ്ലേവ്സിനെയൊക്കെ കൊണ്ടുവന്ന് ഇവർ ഷുഗർ കെയിൻ കൃഷി ചെയ്യുന്നതിന് വേണ്ടി കുറേ പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്തു. കൃഷിയും ഷുഗർ പ്രൊഡക്ഷനും പിന്നെ അതിൻ്റെ ഫാക്ടറീസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് ഇവിടുത്തെ ഒരു വരുമാന മാർഗ്ഗമാക്കി അവർ മാറ്റുകയായിരുന്നു. നമ്മൾ കഴിഞ്ഞ തവണ പോയ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡിലും ഇതേപോലെ തന്നെയുള്ള ഷുഗർ കെയിൻ തോട്ടങ്ങളും ഷുഗർ കെയിൻ കൃഷി, ഇപ്പോഴും അവിടെ ധാരാളം ഷുഗർ കെയിൻ കൃഷിയും മറ്റൊക്കെ നമുക്ക് നടക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പഴയ എനർജി ഉപയോഗിച്ച് ഈ പറഞ്ഞ പോലെ ഈ സാധനങ്ങൾ കറങ്ങി കരിമ്പിൻ ജ്യൂസൊക്കെ ഉണ്ടാക്കത്തില്ല, അതേപോലെ തന്നെ കരിമ്പിൻ്റെ സംഭവങ്ങളൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന പണ്ടത്തെ ആ ഒരു ടെക്നോളജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബെറ്റീസ് ഹോപ്പ് മിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തല്ലേ, എന്തോ ഒരു സംഭവമല്ലേ. ശരി, ഇതൊക്കെ ഭയങ്കര, ഇത് നമുക്ക് കൈകൊണ്ട് പോലും നമുക്കൊന്നും അനക്കാൻ പറ്റുകയില്ല. അപ്പം എന്തോരം വലിയ കാറ്റത്ത് ആ ഒരു സാധനം ആടുമ്പോഴായിരിക്കും ഇതൊക്കെ കറങ്ങുന്നതും ഇതിനകത്തൂടെയൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും നല്ല കാറ്റുള്ളൊരു പ്രദേശമാണിത്. നമ്മുടെ നാട്ടിലെ തേയിലത്തോട്ടങ്ങളിലും അതേപോലെ തന്നെ പഴയ തേയില ഫാക്ടറികളെന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ കുറച്ച് അതിൻ്റെയൊക്കെ റൂയിൻസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പഴയ ഫാക്ടറി ബിൽഡിങ്ങുകളും അതുപോലുള്ള പല സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഐലൻഡിനുള്ളിൽ ടൂറ് വന്ന കുറച്ച് ടൂറിസ്റ്റുകൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് കാണാം. കണ്ടോ, ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു ഐലൻഡിൻ്റെ പല ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള വിൻഡ് മില്ലുകൾ പോലെയുള്ള ഈ ഷുഗർ കെയിൻ യൂണിറ്റുകൾ, പണ്ടത്തെ ആ ഒരു സംഭവം നമുക്ക് കാണാം. ഇതെനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഇവരുടെ വാട്ടർ ടാങ്കോ അങ്ങനെ എന്തോ പരിപാടിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഈ ഒരു ടെക്നോളജി നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്? ആ കാണുന്ന ആ ഒരു ടർബൈൻ്റെ സാധനം ഇതെന്താ പരിപാടി എന്നറിയോ? ഇത് ശരിക്കും കാറ്റിൻ്റെ ദിശ നോക്കിയിട്ട് ഇത് തിരിക്കുന്നതിന് വേണ്ടി ഇതിങ്ങനെ തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പ്രൊപ്പല്ലേഴ്സ് തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് ഈ കാണുന്നത്. അതായത് ഇവിടെ നമ്മൾ ഷുഗർ കെയിൻ ക്രഷ് ചെയ്തിട്ട് ഷുഗർ കെയിൻ ജ്യൂസ് ഇതിൻ്റെ അടിയിലേക്ക് ഇവർ വീഴും. അതാണ് സംഭവം. ആ വീഴുന്ന ഷുഗർ കെയിൻ ജ്യൂസ് ഇവർ അപ്പുറത്ത് കാണുന്ന ബോയിലറിലേക്ക് പമ്പ് ചെയ്യും. എന്നിട്ട് ആ ബോയിലറിലേക്ക് പമ്പ് ചെയ്ത് അവിടെ തീയൊക്കെ ഇട്ട് കത്തിച്ച് ബോയിൽ ചെയ്തിട്ടാണ് ശരിക്കും പഞ്ചസാര ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഐലൻഡുകളിൽ ഉപ്പ് മാത്രമല്ല പഞ്ചസാര ഉണ്ടാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ പരിപാടികൾ നടത്തി. എന്തൊക്കെയല്ലേ. ദൂരെ നമുക്ക് പോലീസ് എസ്കോർട്ടോടു കൂടി ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന ഒരു വണ്ടി പോകുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പൊതുദർശനത്തിന് വെക്കാൻ വേണ്ടി എന്തോ കൊണ്ടുവന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ. അതായത് പോലീസ് എസ്കോർട്ട് കൂടിയോ സെറ്റപ്പാണല്ലോ. ഏതോ വലിയ ആള് മരണപ്പെട്ടിട്ടുണ്ട്, അതാണെന്ന് തോന്നുന്നു.